നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിവൈഡാണ്. ഇപ്പോൾ വാട്ട് ഈസ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് ചോദിച്ചാൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഗ്യാപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ഹു പൊസസ് റെഗുലർ ആക്സസ് ടു ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ദോസ് ഹു ഡു നോട്ട് ഹാവ് ദിസ്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനങ്ങളിലേക്ക് ആക്സസ് ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ളൊരു വിഭാഗീയത, അതിനെ നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയും. അല്ലെങ്കിൽ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, households, business and geographic areas at different socio-economic level with regard both to their opportunities to access information and communication technologies and to their use of internet for a wide variety of activities. എന്ന് വെച്ചാൽ ഓരോ വ്യക്തി, കുടുംബം, ബിസിനസ് അല്ലെങ്കിൽ ഓരോ ജിയോഗ്രഫിക്കൽ ഏരിയാസ് അവരുടെ സോഷ്യോ ഇക്കണോമിക് ലെവലിലുള്ള വ്യത്യാസം. എന്തിനുള്ള വ്യത്യാസം? അവർക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഉപയോഗിക്കാനുള്ള അവസരത്തിനും അതുപോലെ തന്നെ അത്തരം സംവിധാനങ്ങൾ എന്തെല്ലാം ആക്ടിവിറ്റീസിന് അവർ ഉപയോഗിക്കുന്നു എന്നതിലുമുള്ളൊരു ഗ്യാപ്പ്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡെഫിനേഷനാണ്. ഇനി പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, ഇതാണ് ജനറലി ആക്സസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആക്സസ് ടു ഇൻഫർമേഷൻ, ആക്സസ് ടു ഇൻ്റർനെറ്റ് എന്നൊക്കെ പറയുന്നതിൽ ആക്സസ് എന്ന് പറഞ്ഞാൽ ഹാവിങ് എ നെറ്റ്വർക്ക് കണക്റ്റഡ് മെഷീൻ ഇൻ വൺസ് ഹോം വർക്ക് പ്ലേസ്. യൂസ് റെഫേഴ്സ് ടു ദ പീപ്പിൾസ് ആക്ച്വൽ യൂസ് ഓഫ് ദ മീഡിയം ബിയോണ്ട് മിയർലി ഹാവിങ് ആക്സസ് ടു ഇറ്റ്. അതായത് നമ്മളുടെ വീട്ടിൽ ഇത്തരം ഉപകരണങ്ങൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് ഉണ്ടാകുകയും അത് വെറുതെ അവിടെ ഉണ്ടെന്ന് മാത്രമല്ല നമുക്കത് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യുന്നതിനാണ് അതിനാണ് നമ്മൾ ആക്ച്വലി ആക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിജിറ്റൽ ഡിവൈഡ് ഇസ് കോൺസെപ്ച്വലൈസ്ഡ് ആസ് സംവൺ ഐദർ ഹാസ് ആക്സസ് ടു മീഡിയം ഓർ ഡസ് നോട്ട് ഹാവ്. അതായത് ഒന്നെങ്കിൽ ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് ആക്സസിബിൾ ആയൊരു സാധനമാണ്, അല്ലെങ്കിൽ അത് ആക്സസിബിൾ അല്ലാത്തൊരു സാധനമാണ്. അതിനാണ് ആക്ച്വലി യു കോൾ ഇറ്റ് ആസ് ഡിജിറ്റൽ ഡിവൈഡ്. അപ്പോൾ ഒരു സിമ്പിൾ കോൺസെപ്റ്റാണ്. ഇൻഫർമേഷൻ ടെക്നോളജി സംവിധാനം വന്നപ്പോൾ ഈ ഒരു സംവിധാനം റെഗുലറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാൾക്കാരും പറ്റാത്തൊരാൾക്കാരും ഇൻഡിവിജ്വൽ നിലയിലാവാം, ഹൗസ് വീടുകളുടെ നിലയ്ക്കാവാം, ബിസിനസ് അല്ലെങ്കിൽ ജോഗ്രഫിക് ഏരിയ, ഇങ്ങനെ ഏതെങ്കിലും ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക് ലെവൽസിലായിരിക്കാം. ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് സർട്ടൺ പീപ്പിൾ ടു ആക്സസ് ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ്, വെറസ് അതർ പീപ്പിൾ നോട്ട് ആക്സസ് ഇറ്റ് ആൻഡ് നോട്ട് യൂസ് ഇറ്റ്. അപ്പം ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഡിജിറ്റൽ ഡിവൈഡാണ്. ഓക്കെ, ഇനി ഡിജിറ്റൽ ഡിവൈഡിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താന്ന് പറഞ്ഞാൽ ഒന്ന് ജെൻഡറാണ്. അതായത് ജെൻഡർ കൂടുതൽ പോസിബിലിറ്റി ഫോർ ഡിജിറ്റൽ ആക്സസ് ഡിനയൽ ഈസ് ഫോർ വിമൻ. ഇപ്പം നമ്മളുടെ സ്ത്രീകൾ എന്നൊരു വിഭാഗത്തിന് അല്ലെങ്കിൽ ആണ് ആക്ച്വലി, അല്ലെങ്കിൽ ഈവൻ സ്റ്റുഡൻസ്, അതൊരു ജെൻഡർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ലേഡീസ്, വിമനാണ് കമ്പാരിറ്റീവ്ലി, നോട്ട് എവ്രി വൺ. ഓക്കെ, ഒരു ഡിജിറ്റൽ ഡിവൈഡിൽ തന്നെ ഡിവൈഡിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റവും രൂക്ഷമായിട്ടുള്ളൊരു വിഭാഗം എന്ന് പറയുന്നത് വിമനാണ്. ഫിസിക്കൽ ഡിസബിലിറ്റി, ഇപ്പോൾ ഒരു വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹിയറിംഗ് ഇംപെർഫെക്ഷൻ ഉള്ള ഒരാളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ഡിജിറ്റലി വെൽ സെറ്റായിട്ടുള്ളൊരു സംവിധാനം വരുമ്പോൾ അവർക്കൊക്കെ അതിന് സ്പെഷ്യൽ എയ്ഡുകളൊക്കെ വേണം. അത് കിട്ടിയില്ലെങ്കിൽ അവരുടെ ആക്സസിബിലിറ്റി വളരെ ബുദ്ധിമുട്ടാണ്. ദേ കാൻ ജസ്റ്റ് ആക്സെപ്റ്റ് ഓൾറെഡി ദേ ആർ ഹാവിങ് സം സോർട്ട് ഓഫ് ഡിസബിലിറ്റി, അല്ലെങ്കിൽ അവർക്കൊരു ഡിഫറെൻ്റ് എബിലിറ്റിയാണ്. സോ ആ ഒരു ഡിഫറെൻ്റ് എബിലിറ്റിയുടെ കൂടെ ദേ ഷുഡ് ഗെറ്റ് സം എയ്ഡ്. എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫർദർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആക്സസ് ചെയ്യാനായിട്ടൊക്കെ പറ്റുള്ളൂ. സോ അതില്ലാതെ വരുമ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റി ഒരു വലിയ പ്രശ്നം തന്നെയാണ്, ഡിജിറ്റൽ ഡിവൈഡിൻ്റെ റീസൺ ആണ്. ദെൻ ഫിസിക്കൽ ആക്സസ്, നോട്ട് എവ്രി പേഴ്സൺ ഹാസ് ദ എബിലിറ്റി ടു
യൂസ് സച്ച് ഡിവൈസ്, അതായത് ഇപ്പോൾ ഒരു ഫോൺ, ആൻഡ്രോയിഡിൻ്റെ ഫോൺ മേടിക്കുക, വാങ്ങിക്കുക, അതൊന്നും ഫിസിക്കലി തൻ്റെ കയ്യിലേക്ക് വാങ്ങിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത്തരം സംവിധാനമുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. സോ ഫിസിക്കൽ ആക്സസ് ഒരു വലിയ ഇഷ്യൂ ആണ്. ICT സ്കിൽ ആൻഡ് സപ്പോർട്ട് ലാക്ക് ചെയ്യുക. ചില ആൾക്കാർക്ക് ദേ ജസ്റ്റ് ഡോണ്ട് നോ ഹൗ ടു യൂസ് ഓൾ ദിസ് തിങ്സ്. ദേ ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് ടെക്നോളജി. അതിപ്പോൾ മേ ബി ഒരു യങ് ജനറേഷനിലെ ആൾക്കാർക്ക് അത്രയും വിഷയം ഉണ്ടാവില്ല, ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ പീപ്പിൾ ലൈക്ക് യു ആർ ബോൺ ഇൻ ടു ടെക്നോളജി ആണ്. അപ്പം നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അഡാപ്റ്റ് ചെയ്യാൻ കാരണം നിങ്ങൾ ഇതിലേക്ക് ജനിച്ചുകൊണ്ട് യു ആർ മോർ ഫെമിലിയർ. നിങ്ങളെക്കാട്ടിലും ഫെമിലിയർ ആണ് നിങ്ങളെക്കാട്ടിലും ചെറിയ ആൾക്കാർ. അപ്പോൾ ഓരോ യങ്ങർ ജനറേഷനും ഈ ഇന്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജി യൂസ് ചെയ്യാനുള്ള സ്കിൽസൊക്കെ വളരെ കൂടുതലാണ്. അവർക്ക് സപ്പോർട്ട് തന്നെ ആവശ്യമില്ല. പക്ഷേ ഇപ്പം നമ്മളെയൊക്കെ പോലെ ഇതിലേക്ക് അഡാപ്റ്റായി വന്നൊരു ജനറേഷനുണ്ട്. ആ ജനറേഷന് അങ്ങനെയുള്ള സ്കിൽസിനും സപ്പോർട്ടിനൊക്കെ അത്യാവശ്യം എക്സ്റ്റേണൽ അവയർനെസ്സും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അതില്ലാത്തത്, ഇപ്പോൾ ഒരു വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട് പക്ഷെ ഉപയോഗിക്കാൻ അറിയില്ല, ആൻഡ്രോയിഡ് ഒരു സ്മാർട്ട് ഫോണൊക്കെ ഉണ്ട് പക്ഷെ യു ഡോണ്ട് നോ ഹൗ ടു യൂസ് ഇറ്റ്. അപ്പോൾ അത് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടും സ്കില്ലില്ലാത്തതുകൊണ്ടാണ്. സോ അതൊരു ഇഷ്യൂ ആണ്. ആറ്റിറ്റ്യൂഡിനൽ ഫാക്ടേഴ്സ്. ഇപ്പം ചില ആൾക്കാർക്ക് മേ ബി യങ് ആൾക്കാർക്ക് ദർ കംഫർട്ട് അവരൊരു സൈബർ സ്പേസിൽ ലീവ് ചെയ്യുന്നത് കൊണ്ടോ എന്ത് കാര്യവും സൈബർ വേൾഡിൽ ചെയ്യുന്നത് കൊണ്ടോ അവർക്ക് പ്രശ്നമില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് അഡാപ്റ്റായി വന്നൊരു ജനറേഷന് അവർ അഡാപ്റ്റ് ആയവർക്ക് കുഴപ്പമില്ല, അഡാപ്റ്റ് ആവാത്തവർക്ക് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. അയ്യോ അങ്ങനെ പഠിക്കേ, അയ്യോ അല്ലെങ്കിൽ പൈസ അങ്ങനെ ഓൺലൈനായിട്ട് അയക്കേ. സോ ഇറ്റ്സ് ലൈക്ക് ഓൺലൈനിൽ യു ഹാവ് ചാൻസസ് ഫോർ ഫ്രോഡ് എവ്രിവെയർ. ലൈവായിട്ടും നമ്മളെ പറ്റിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്, ഓൺലൈനിൽ മാത്രമല്ല. ഓൺലൈനിൽ അതിനുള്ള പോസിബിലിറ്റി കൂടുതലാണ് എങ്കിൽ പോലും സം പീപ്പിൾ ഹാവ് എ ഫീൽ ദാറ്റ് വാട്ട് എവർ ഹാപ്പനിങ് ഓൺലൈൻ ഈസ് ഫ്രോഡ്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിനൽ ഫാക്ടേഴ്സ് കൊണ്ട് ആക്സസ് ചെയ്യാനുള്ള ഒക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടും ചിലരത് മനഃപൂർവ്വം ഉപയോഗിക്കാതിരിക്കും. ഇനി റെലവൻറ്റ് കണ്ടന്റ്, അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ അവൈലബിൾ അല്ലെങ്കിൽ ഈവൻ ഇഫ് യു ഹാവ് ആക്സസറീസ് ടു ആക്സസ് നമ്മൾ ഉപയോഗിക്കില്ല. പിന്നെ നിങ്ങളുടെ ഏജ് ഒരു വലിയ ഘടകം. വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരും ജോലിയുടെ ആവശ്യത്തിനായിട്ട് ഇതിനോടൊക്കെ അഡാപ്റ്റായി വന്നൊരാൾക്കാർക്കും കവിഞ്ഞ് ഒരു 60 എബോ ഏജുള്ള ആൾക്കാർക്ക് ഒന്നും യാതൊരു കാരണവശാലും ഇത്തരം സംവിധാനത്തിനോട് ഇപ്പോഴും വലിയ അഭിമുഖ്യമില്ല. ഇപ്പോൾ ഒരു ഓൺലൈനിൽ ഒരു ചിട്ടിക്ക് പൈസ അടയ്ക്കേ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഡ്സ്റ്റ് ഓഫ് കൊറോണ പോലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് താല്പര്യമില്ല. ദേ പ്രിഫർ ടു ഗോ ടു ബാങ്ക് ഡയറക്ട്ലി, ചെക്കൊക്കെ എഴുതി കൊടുത്ത് ആ ഒരു കൺവെൻഷണൽ രീതി തന്നെയാണ് അവർക്കും താല്പര്യം. സോ ഇറ്റ്സ് അബൌട്ട് ഏജ് ഓൾസോ. പിന്നെ നിങ്ങളുടെ ഫാമിലി സ്ട്രക്ചർ. ഇപ്പം പലരും പറയാറുണ്ട്, ഇപ്പോൾ എന്താ പറയുക, ചേച്ചി ഞാനും അനിയത്തിയൊക്കെ ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 പേരുണ്ട്. അപ്പോൾ 3 പേർക്കും 3 ഡിവൈസ് ഒന്നും ചിലപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. സോ അതുകൊണ്ട് എന്താ പറയുക, നമ്മുടെ ഫാമിലി സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടും ചിലപ്പോൾ ഒരു ലാപ്പൊക്കെ ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് നോട്ട് ദാറ്റ് എവ്രി പേഴ്സൺ ക്യാൻ ഹാവ് എ സിപ്പ്. പിന്നെ ദർ ആർ places where each and every child in a family is having. So that is also. ഇനി മോട്ടിവേഷൻ. ഇപ്പം ചില ആൾക്കാർക്ക് ഇത്തരം സംവിധാനങ്ങൾ എത്ര അവർക്ക് ആവശ്യമാണെങ്കിലും അതൊന്നും ഉപയോഗിക്കാനുള്ളൊരു മോട്ടിവേഷൻ ഇല്ല. ഇതൊക്കെ എന്തൊരു ബുദ്ധിമുട്ട്, അതൊക്കെ എന്തിനാ എന്ന് പറഞ്ഞിട്ട് ദേ ആർ വെരി ഡിജക്റ്റഡ്. ഇറ്റ്സ് ലൈക്ക് ദേ ആർ ഫെഡ് അപ്പ്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എന്നുള്ളൊരു അപ്രോച്ചാണ്. So these are the factors that contribute to digital divide. It's like your gender plays a role, your physical disability has a role, the physical access ചെയ്യാനുള്ളൊരു പ്രശ്നം, ഈ സ്കിൽസ് ആൻഡ് സപ്പോർട്ടിൻ്റെ കുറവ്, പ്രോബ്ലം വിത്ത് യുവർ ആറ്റിറ്റ്യൂഡ്, ദർ ഇസ് റെലവൻറ്റ് കണ്ടന്റ് കിട്ടാത്തതുകൊണ്ട്, യുവർ ഏജ്, യുവർ ഫാമിലി സ്ട്രക്ചർ ആൻഡ് മോട്ടിവേഷൻ, all this can contribute to digital divide. Okay. നെക്സ്റ്റ് ഉള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാർക്ക് പ്രൻസ്കിയാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തത് 2001. So generation who grew up in the era of information technology. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ബൂം സംഭവിക്കുന്ന കാലത്ത് ജനിച്ചു വളർന്നൊരു തലമുറ, ഇൻക്ലൂഡിങ് നിങ്ങളൊക്കെ ആ ഒരു ജനറേഷനാണ്.
സോ ദേ ആർ വെരി കംഫർട്ടബിൾ വിത്ത് ടെക്നോളജി. കാരണം അവർ ജനിച്ചപ്പോൾ ഇല്ലാതിരുന്നൊരു കാര്യമല്ല, അവർ ജനിച്ചപ്പോൾ തൊന്ന കാര്യമാണ്. അപ്പം നോർമൽ എഴുതാനും വായിക്കാനും നടക്കാനും ഒക്കെ പഠിച്ച പോലെ ടെക്നോളജി ഉപയോഗിക്കാനും അവർ പഠിച്ചതാണ് ഫ്രം ദ വെരി ഏർലി ചൈൽഡ്ഹുഡ്. സോ ദേ ആർ very comfortable with technology. So they consider technology to be very integral and necessary part of life. അവർക്കുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ടെക്നോളജിയുടെ സംവിധാനങ്ങൾ നിലയ്ക്കുമ്പോൾ ഒരു ഹാൻഡിക്യാപ്ഡ് ആവണ അവസ്ഥയാണ്. ലൈക്ക് ദേ ആർ മോർ ഓവർ എംബോസ്ഡ് വിത്ത് ടെക്നോളജി ദാറ്റ് അതില്ല വെച്ച് കഴിഞ്ഞാൽ ദേ ഫീൽ ലൈക്ക് അയ്യോ എന്തോ ഒരു പ്രശ്നം, ഒരു വാട്സപ്പ് ഇല്ല, ഫോണില്ല, കാര്യങ്ങൾ ലൈവായിട്ട് അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. സോ ഇറ്റ്സ് ദാറ്റ്. Born after 1980 and grew up using technology. 1980 ശേഷം ജനിച്ചവരും ടെക്നോളജി യൂസ് ചെയ്ത് വളർന്നവരുമാണ്. ഇപ്പം നമ്മളൊക്കെ 1980 ശേഷം ജനിച്ചവരാണെങ്കിലും നമ്മൾ അഡാപ്റ്റ് ആയവരാണ്. ഒരു 1980 തൊട്ടിട്ട് 1998 കോളേജസിലോ സ്കൂൾസിലൊക്കെ പോയി ഒരു 2000 റേഞ്ചിലൊക്കെ ഗ്രാജുവേറ്റ് ചെയ്ത് ജോലിക്കൊക്കെ കയറിയിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഈവൻ ദോ നമ്മൾ ഡിജിറ്റൽ നേറ്റീവ്സ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഫെമിലിയറൈസ് ചെയ്ത് വന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ, ഒരു 2000 ശേഷം ജനിച്ച ആൾക്കാരാണ് ആക്ച്വലി ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറഞ്ഞത്. ബിക്കോസ് ദേ വർ ബോൺ ഇൻ ടു ടെക്നോളജി. അവർക്ക് ടെക്നോളജിയിലേക്ക് ജനിച്ച് വീണ ആൾക്കാരാണ്. അവർ കംഫർട്ടബിൾ വിത്ത് ടെക്നോളജിയാണ്. സോ അവർക്ക് ഡിജിറ്റൽ ലാംഗ്വേജ് ഓഫ് കമ്പ്യൂട്ടർ, വീഡിയോ ഗെയിം, ഇൻ്റർനെറ്റൊക്കെ അവർക്ക് ഫെമിലിയർ ആണ്. സോ ദേ ആർ മോർ ഓവർ കംഫർട്ടബിൾ വിത്ത് ടെക്നോളജി ആൻഡ് ദേ ഗെറ്റ് ഡിസ്കംഫർട്ടഡ് വെൻ ദർ ഇസ് നോ ടെക്നോളജി. So they are very familiar in using information technology. They always want this technology to be part of their life. They don't want to cut out this thing from their life. So അങ്ങനെയുള്ളൊരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയും. ഇനി ഡിജിറ്റൽ നേറ്റീവ്സ് ആയിട്ട് ജനിച്ച ആൾക്കാരാണെങ്കിലും അതിൽ തന്നെ മൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ട്. ലൈക്ക് അവോയ്ഡേഴ്സ്, മിനിമലിസ്റ്റ്, എന്തൂസിയാസ്റ്റിക്, പാർട്ടിസിപ്പൻറ്റ്. എന്ന് വെച്ചാൽ അവോയ്ഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈവൻ ദോ ദീസ് പീപ്പിൾ വർ ബോൺ ഇൻ ഡിജിറ്റൽ വേൾഡ്, ദേ ഡു നോട്ട് ഫീൽ എൻ എഫിനിറ്റി ഫോർ ഡിജിറ്റൽ ടെക്നോളജീസ്. അവർ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ജനിച്ചവരാണ്, പക്ഷെ അവർക്ക് ഇത്തരം ടെക്നോളജീസിനോടൊന്നും വലിയ ഒരു സന്തോഷമൊന്നുമില്ല അവർക്കത് ഉപയോഗിക്കാൻ. സോ ലിറ്ററലി ദേ അവോയ്ഡ്. അവർക്ക് സെൽഫോൺസോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിനോടൊന്നുമുള്ള താല്പര്യമില്ല. സോ ദേ അവോയ്ഡ്. മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമലി ടെക്നോളജി ഉപയോഗിക്കുന്ന ആൾക്കാർ. ഇൻഫർമേഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഒരു ഓൺലൈനായിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക, ലോക്കൽ സ്റ്റോറിൽ കിട്ടിയില്ല, സോ ദേ ഗോ ആൻഡ് പർച്ചേസ് ഓൺലൈൻ. ഫേസ്ബുക്ക് അക്കൗണ്ട് വൺസ് എ ഡേ ഓർ എവറി കപ്പിൾ ഓഫ് ഡേയ്സിൽ ചെക്ക് ചെയ്യുക. അങ്ങനെ മിനിമൽ യൂസ് ഉള്ള ആൾക്കാരാണ് മിനിമലിസ്റ്റ്. ആൻഡ് എന്തൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ഡിജിറ്റൽ നേറ്റീവ്സ് എന്തൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻസ് ആണ്. ടെക്നോളജിയും ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ്സും അവർ എൻജോയ് ചെയ്യുന്നു. ഓൾ ഡേ ലോങ് ഫേസ്ബുക്ക് അവരുപയോഗിക്കുന്നു. വേറെയും കുറേ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ അവർക്കുണ്ട്. സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, നോട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട്സ്, അതർ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉണ്ട്. ഈ ടെലിഗ്രാമൊക്കെ പോലെ തന്നെ. ഇനി വാട്സപ്പ്, ഇൻസ്റ്റയിലൊക്കെ സജീവമാണ്. പിന്നെ യൂട്യൂബ് വാച്ച് ചെയ്യുന്നു, മൂവീസ് ഓൺലൈനായിട്ട് എപ്പോഴൊക്കെ പറ്റുന്നു ആസ് മച്ച് ആസ് പോസിബിൾ ഇതാക്കുന്നു. സോ ദ ഫസ്റ്റ് തിങ് ദേ ഡു വെൻ ദേ വോണ്ട് ടു നോ സംതിങ് ഈസ് അവർ ഗൂഗിൾ. വായിക്കാനോ മറ്റു സംവിധാനങ്ങളോ ഒന്നും നോക്കുന്നതിന് മുമ്പ് എന്ത് വേണമെങ്കിലും ആദ്യം ഗൂഗിൾ ചെയ്യുന്നു. അപ്പോൾ അവർ സോഷ്യൽ മീഡിയ വഴി റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാർ സെൽഫോൺസിനെക്കാട്ടിലൊക്കെ ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷനും സ്വന്തമായിട്ട് സ്മാർട്ട് ഫോണും കോൺസ്റ്റന്റ് ആക്സസ് ടു വെബും വേണമെന്ന് നിർബന്ധം പിടിക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരിനെയാണ് നമ്മൾ എന്തൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വെരി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ IT, ഇൻഫർമേഷൻ ടെക്നോളജി. മെജോറിറ്റി ഓഫ് ഡിജിറ്റൽ നേറ്റീവ്സ് അങ്ങനെയാണ്. യു ഹാവ് പീപ്പിൾ ഹു ആർ മിനിമലിസ്റ്റ്. അവർക്ക് അറിയാം ഇത്തരം സംവിധാനം ഇല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു സർവൈവ് എന്ന്. അതുകൊണ്ട് ദേ ആർ വില്ലിംഗ് ടു യൂസ് ബട്ട് ഓൺലി ഫോർ സർട്ടൺ പർപ്പസ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ദേ ആർ 24/7 ദേ വോണ്ട് ടു ബി ഓൺലൈൻ. ഇവരെ എന്തൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻസിന്റെ പോലെയല്ല.
And there are yet another a very minor group of people in digital natives who literally don't like all these things. They are moreover avoiders. അവർക്ക് ഇതിലൊന്നും വരാനായിട്ട് താല്പര്യമില്ല. സോ ഇങ്ങനെ ഡിജിറ്റൽ നേറ്റീവ്സിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഗ്രൂപ്പ് ഇറ്റ് ഫർദർ. അപ്പം അതാണ് ഗ്രൂപ്പിംഗ് ഓഫ് ഡിജിറ്റൽ നേറ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.